ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സൺഡേ ആട്ടോ. അപ്പോൾ സൺഡേ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഏകദേശ സമയത 8:15 ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ്, സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല, പെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പം ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട്, കണ്ടോ? വെയിലൊക്കെ കാണുന്നുണ്ട്. ഇത് ചെറിയ പറ്റിക്കൽ വെയിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുറ്റം കണ്ടോ, കച്ചറായി കിടക്കുന്നതാണോ, അതൊക്കെ നശിച്ച് വാരിയിട്ട് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് തിരുമ്പിയത് ഇന്നലെ ബക്കറ്റിൽ തന്നെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചിക്കിടണം. അപ്പോൾ ആ പരിപാടിക്കാണ്. അതിന് മുമ്പ് മഴ പെയ്താൽ ഇത് ഫ്ലോപ്പാവും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിന്നതാ ചിക്കൻ കറിയും അതുപോലെ തന്നെ അരിപ്പത്തിരിയാണ്. അപ്പം നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാ മദ്രസൊക്കെ വിട്ടിട്ട് രണ്ടാൾക്കാരും വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? മഴ ഉണ്ടായിരുന്നോ? ഒന്നവിടെ നിൽക്കുക, ഒരു കാര്യം ചോദിക്കട്ടെ. എങ്ങനെയുണ്ട്? ആണോ? ആ, ഓക്കെ. അപ്പോൾ മദ്രസൊക്കെ വിട്ട് 2 പേരും വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പതാ, ഏകദേശം 11 മണിയാവാനായി. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ. അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും ക്ലാസ്സിന് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ്സിന് പോവാം കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമ്മളിനി ക്ലാസ്സിന് പോയി വന്നിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ആ പരിപാടിക്ക് നമുക്ക് പോകാൻ റെഡി ആവണം. അപ്പോൾ ഇതാ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ഒരു പോക്കുണ്ടെന്ന്. അപ്പം നമ്മളിന്ന് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഗാഷിത് അവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പം നമ്മൾ ഇനി ഷോപ്പിംഗ് ചെയ്യുന്നതും പിന്നെ അവിടുത്തെ നമ്മുടെ കലാപരിപാടി പ്രഹസനങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഞാൻ ഷോപ്പിംഗ് വ്ലോഗ് ആയിട്ട് പറ്റുമെങ്കിൽ ഞാൻ മറ്റൊരു വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും, അല്ലെങ്കിൽ കുറേ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. അപ്പം ഞാൻ ഒരു ഷോപ്പിംഗ് വ്ലോഗായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈദ് ഷോപ്പിങ്ങിന് പോവുകയാണ്. പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് കാണാം. ബൈ.
അപ്പം നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ എത്തിയിട്ട് കുറേ നേരമായി. പിന്നെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നാളെ മൺഡേ ആണ്, സ്കൂളിൽ പോണ്ടേ? യെസ്. അപ്പം ഇത് പിടിച്ചേ. അപ്പം നാളെ യൂണിഫോമൊക്കെ കിട്ടിയിട്ട് ഇട്ടിട്ടാണ് പോണത്. നാളെ കിട്ടിയിട്ടല്ല, കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സ്കൂൾ വേഷത്തിൽ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് കാശി പോകുന്നത് അല്ലേ? അപ്പം അതിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. ബേർഡ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പം ആ സ്റ്റിച്ച് ചെയ്യാനാണ് ഞാനിപ്പോൾ പോകുന്നത് കേട്ടോ. കാശിൻ്റെ യൂണിഫോം അയൺ ചെയ്ത് വെക്കണം. അതൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് പോയപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇവിടെ ഞാൻ ബേർഡ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാദ്യം സ്റ്റിച്ച് ചെയ്യട്ടെ. സ്റ്റിച്ച് ചെയ്യട്ടെ. അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിക്കണം. അറിയാം ഗൈസ്. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്തിട്ടൊക്കെ വരാം. അപ്പം ഇതാ നമ്മൾ ബേഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു സൺഡേ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിന്നർ കഴിക്കാനുണ്ട്. ഡിന്നറും കൂടി കഴിച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് വരുമ്പോൾ വാങ്ങിയ കുറച്ച് എന്താണിത്, റൈസറാട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.